യെസ്, എന്ത് വിധി ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വിധി, ഇത് തന്നെയാണ് വിധി. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും കൂടെ കാണണമെന്നും എല്ലാം കൂടെ ഉണ്ടായിരിക്കണമെന്നൊന്നുമില്ല. നഷ്ടപ്പെട്ടു പോകുമ്പോഴേ പലതിൻ്റെയും വില നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പം കോമി പെപ്പർ പോയതിന് പിന്നാലെ പെപ്പറയും പോയി കഴിഞ്ഞാണ് നമ്മൾ ആളിന്റെ വില മനസ്സിലാക്കിയത്. ഇമാനുവൽ ജസ്റ്റിൻ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രയൽ പ്ലെയർ ആയിട്ട് കൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു പ്രതിസന്ധിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷകനായിട്ട് കൂടെ കൂട്ടിയ താരമാണ്. ഗോകുലത്തിലേക്ക് ലോണിൽ വിട്ട ശേഷം ആ ലോൺ സ്പെല്ല് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഇമാനുവൽ ജസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിൽ എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കാലിലെ മസിലുകൾക്ക് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹവും പരിക്കേറ്റ് പുറത്തായിരിക്കുകയാണ്. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും അദ്ദേഹം കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വരും. പ്രോബബ്ലി ഈ ഒരു സീസൺ പൂർണ്ണമായിട്ടും ഇമാനുവൽ ജസ്റ്റിന് നഷ്ടമാവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പുറത്തേക്കുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. സത്യത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല എപ്പോഴും. അതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞായിരിക്കും നമുക്ക് അതിൻ്റെ എല്ലാം വില മനസ്സിലാവുന്നത്. അത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇമാനുവൽ ജസ്റ്റിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾ ആളിനെ സ്നേഹിച്ചു തുടങ്ങിയപ്പം കഴിഞ്ഞ മത്സരത്തിൽ ഒരു അസിസ്റ്റൊക്കെ നൽകി സെറ്റായ ശേഷം ജസ്റ്റിൻ്റെ സേവനം നഷ്ടമാകുമ്പം നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്.